പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. വീണ്ടും ഇപ്രകാരം വന്നുകൂടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിപ്പാനിടയായി തീർന്നല്ലോ. പ്രത്യേകാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ റോമ ലേഖനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമ ലേഖനം ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറയാനിടയായി തീർന്നത്. അതിനകത്ത് നമ്മൾ റോമ ലേഖനം എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് എഴുതിയത് എന്നൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. എഴുതിയ കാലഘട്ടം ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. റോമാലേഖനം എഴുതിയ കാലഘട്ടം 53-58 കാലഘട്ടത്തിലാണ് റോമാലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. പൗലോസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ സമാപന വേളയിൽ അദ്ദേഹം യെരുശലേമിലുള്ള നിർധനരായ ആളുകൾക്കുള്ള ധനശേഖരണം തനിക്ക് ലഭിക്കുകയും അതുമായി യെരുശലേമിലേക്ക് തിരികെ മടങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് താൻ കൊരിന്തിൽ വെച്ച് ഗായോസിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. അപ്പോൾ തന്നെ താനിത് സ്വന്തം കൈകൊണ്ടല്ല എഴുതിയത്, താനിത് പറഞ്ഞുകൊടുത്ത് എഴുതുകയാണ് ചെയ്തത്. ആരാണ് എഴുതിയത്? പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന വേളയിൽ ഈ ലേഖനം എഴുതിയത് ആരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തർത്തോസാണ് ഈ ലേഖനം എഴുതിയത്. പൗലോസിന് വേണ്ടി തർത്തോസാണ് പൗലോസ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഈ ലേഖനം രചിക്കാനിടയായി തീർന്നത്, ഇല്ലെങ്കിൽ എഴുതാനിടയായി തീർന്നത്. മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു, പൗലോസ് അല്ല റോമാ സഭയുടെ സ്ഥാപകൻ. ഇന്ന് വരെ പൗലോസ് റോമാ സഭയെ സന്ദർശിക്കുകയോ അവിടെ പോയി ശുശ്രൂഷിക്കുകയോ മുൻപ് അവിടെ പോവുകയോ ചെയ്തിട്ടില്ല എന്നത് വേദപുസ്തകത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിന് റോമയിലുള്ള വിശ്വാസികളെ വന്ന് അവരെ നേരിൽ കാണണം, റോമിൽ തനിക്ക് പോകണമെന്നുള്ള തൻ്റെ ഏറ്റവും വലിയൊരു വാഞ്ചയാണ്. നമുക്കറിയാം, പൗലോസ് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പോലും അത് പറയുന്നുണ്ട്. നീ യെരുശലേമിൽ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം. അഥവാ പൗലോസ് മുൻപ് അവിടെ പോവുകയോ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയോ അല്ല റോമാ സഭ. അപ്പോൾ എങ്ങനെയാണ് ആ സഭ ഉണ്ടാകാൻ കാരണമായത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ടു. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അന്ന് യെരുശലേമിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പാർത്തിരുന്നു. അപ്പോൾ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ശബ്ദത്തിൻ്റെ മുഴക്കം, അത് ശ്രവിച്ച് അവിടേക്ക് വന്ന ആളുകൾ, അതിൽ നാനാ ദേശക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെയും അന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രസംഗം, ആ പ്രസംഗം കേൾക്കുകയും 3000 പേർ അന്ന് സഭയോട് ചേർന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ തുടർച്ചയിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ അന്ന് സഭയോട് ചേർന്ന ആളുകളായിരിക്കണം പിന്നത്തേതിൽ റോമിലേക്കും പോയപ്പോൾ അവിടെ വെച്ച് സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നത്. ഏകദേശം 1-ലധികം സഭകൾ റോമിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, അന്ന് സഭകൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ എളുപ്പമാണ് ഒരു സഭ തുടങ്ങാൻ, ആർക്കും ഒരു സഭ തുടങ്ങാം. പക്ഷെ അന്ന് സഭ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള
വളരെ സ്തോത്രം പ്രധാനപ്പെട്ട, ഇല്ലെങ്കിൽ അന്ന് ജീവൻ ത്യാഗം ചെയ്താണ് ഈ വിശ്വാസത്തിലേക്ക് പലരും വരുവാനിടയായി തീർന്നത്. ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ പലരും മരിച്ച് അവരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അതിൻ്റെ ഒറ്റ റീസണേ ഉണ്ടായിരുന്നുള്ളൂ, അവർ ക്രിസ്തുവിൻ്റെ അനുയായികളായതിൻ്റെ പേരിലാണ് അവർ ഈ സ്വന്തം ജീവനെ ബലിയർപ്പിക്കേണ്ടി വന്നത്. അപ്പോ അന്നത്തെ കാലഘട്ടം വളരെ സ്തോത്രം പ്രതിസന്ധികൾ നിറഞ്ഞ, വിശ്വാസത്തിൽ ഒരുവന് മുൻപോട്ട് പോകാൻ ബാഹ്യമായ പ്രതിസന്ധികൾ നിരവധി, അത് രാഷ്ട്രീയ തല ഉന്നതങ്ങളിൽ നിന്ന്, ഭരണത്തിന്റെ ഉന്നതങ്ങളിൽ നിന്നൊക്കെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് അവർ വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോകുവോളം ഉറച്ച് നിൽക്കാൻ ഇടയായി തീർന്നത്. അപ്പോ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പലരും ഉറച്ചു നിന്ന് ഈ സുവിശേഷത്തിനു വേണ്ടി പോർക്കളത്തിൽ അവർ വിജയികളായി മാറിയതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം ആയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അവർ കൊടുത്ത വിലയാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഇന്ന് നമുക്ക് സ്തോത്രം ബുദ്ധിമുട്ടുകൾ തുലവും കുറവാണ്. കർത്താവിനെ ആരാധിച്ചതിൻ്റെ പേരിൽ, കർത്താവിന് വേണ്ടി വിശ്വാസ ജീവിതത്തിൽ തുടരുന്നതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് വരെ നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന, ക്രിസ്തുവിനെ സ്തോത്രം വഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയാൽ നമ്മിൽ എത്ര പേർ ഈ സുവിശേഷത്തിന് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും എന്ന യാഥാർത്ഥ്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത്രയേറെ സുവിശേഷത്തിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീരട്ടെ. സ്തോത്രം. അന്നത്തെ റോമ സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പത്രോസിന്റെ സ്തോത്രം നീറോ ചക്രവർത്തി ഏറ്റവും ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും ശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. സ്തോത്രം. നിരവധി ഒത്തിരി ഭാഗങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. എങ്കിലും ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റോമാലേഖനം സ്തോത്രം ആളുകളിൽ വരുത്തിയ മാറ്റം, നമ്മൾ മാർട്ടിൻ ലൂതർ അല്ലേ, റിഫോർമേഷന്റെ സ്തോത്രം ലീഡറായ മാർട്ടിൻ ലൂതർ റോമാലേഖനം തന്നിൽ വരുത്തിയ മാറ്റം നമ്മൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്തോത്രം മറ്റ് പലരെ കുറിച്ച് നമ്മൾ പഠിപ്പാനിടയായി തീർന്നു. ഞാൻ ആ ഭാഗം എല്ലാം മുൻപോട്ട് പോവുകയാണ്. നമ്മൾ വിഷയവിഭജനത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോമാലേഖനത്തിന് മറ്റ് ഇതര ലേഖനങ്ങളുമായിട്ടുള്ള വ്യത്യാസം, ഒന്ന്, ഇത് ലെങ്തി ആയിട്ടുള്ള ഒരു ലേഖനമാണ്. മറ്റ് ലേഖനങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് രണ്ട് ചില ഭാഗങ്ങൾ നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ വേദശാസ്ത്രത്തിന്റെ നടുംതൂണായി നിലകൊള്ളുന്ന ഒരു ലേഖനമാണ് ഈ റോമ ലേഖനം എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ഭാഗത്ത് തന്നെ നമ്മൾ ഈ റോമ ലേഖനം മറ്റ് ഇതര ലേഖനങ്ങളെക്കാൾ വ്യത്യസ്തമാക്കുന്നത്, ഈ മറ്റ് ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം, മറ്റുള്ള ഇതര ലേഖനങ്ങൾ, നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തൊക്കെ പഠിച്ചു. ഈ മറ്റ് ലേഖനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതൊരു പ്രത്യേക സഭയ്ക്കു വേണ്ടി എഴുതിയത്, പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ സഭയിലെ വെല്ലുവിളികൾ, സഭയ്ക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമല്ല. തിമോത്തിയോസിന്റെ ലേഖനമൊക്കെ എടുത്തു നോക്കിയാൽ വ്യക്തികൾക്ക് എഴുതിയ ലേഖനമാണ്. അപ്പോ ആ ലേഖനമെല്ലാം സഭാപരമായത്, വ്യക്തിപരമായത്, സഭയിൽ നിലനിന്നിരുന്ന ഉപദേശപരമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മറ്റുള്ള ലേഖനങ്ങളെല്ലാം എഴുതിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ
റോമാലേഖനത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ റോമാലേഖനത്തിൽ അതിനകത്ത് സ്തോത്രം ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചാണ് ഈ റോമാലേഖനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 153 പ്രാവശ്യത്തോളം, എത്രയാണ്? 153 തവണ ദൈവം എന്ന പദം റോമാലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 153 പ്രാവശ്യം റോമാലേഖനത്തിൽ ദൈവം എന്ന പദം ആവർത്തിച്ചാവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ നോക്കിയാൽ ഏകദേശം ശരാശരി 46 വാക്കുകൾക്കിടയിൽ ദൈവം എന്ന വാക്ക് വരുന്നതായിട്ടാണ് അഭിപ്രായപ്പെടുന്നത്. 46 വാക്കുകൾ കൂടുമ്പോൾ ദൈവം എന്നുള്ള പദം ശരാശരി, അത് ആരും എണ്ണി നോക്കിയിട്ട് 46 വാക്ക് കഴിയുമ്പോൾ ദൈവം എന്നുള്ള പദം കണ്ടില്ലെന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ആ ലേഖനത്തിന്റെ മൊത്തം വാക്യങ്ങളെ എടുത്തു നോക്കിയാൽ ആ വാക്യത്തിന്റെ സ്തോത്രം ശരാശരി ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ദൈവത്തെക്കുറിച്ച്, ദൈവസംബന്ധമായ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വളരെ ഗഹനമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ലേഖനമാണ് റോമ ലേഖനം. സ്തോത്രം. ദൈവശാസ്ത്ര സംബന്ധമായ പാപം, രക്ഷ, സഭ, ന്യായവിധി എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ വളരെ വിശകലനം ചെയ്ത് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ലേഖനം കൂടെയാണ് റോമാലേഖനം. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസത്താലുള്ള നീതീകരണം, അതിൻ്റെ സമഗ്രമായ ഒരു പഠനം നമുക്ക് ഈ റോമാലേഖനത്തിൽ, നമ്മളതൊക്കെ തുടർന്ന് അതിൻ്റെ മെയിൻ പോർഷനുകളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പാനിടയായിത്തീരും. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ പഠനമൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് കൃപ, സ്തോത്രം, കൃപയുടെ പ്രമാണത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ റോമാലേഖനത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിരവധി ഭാഗങ്ങൾ നമ്മൾ ഇതിലേക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ലേഖനത്തിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ ലേഖനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഡിവിഷൻ, അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, അതിനെ വിഭജിക്കുന്ന ആ ഒരു ഭാഗം പറയുകയാണ്. ആദ്യത്തെ 1 മുതൽ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം ഗ്രീറ്റിംഗ്സ് പറയുന്നതും ഇൻട്രൊഡക്ഷൻ പറയുന്ന പാർട്ടുമാണ് ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യം, ഗ്രീറ്റിംഗ്സ്. സ്തോത്രം. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കിയാൽ 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു തലക്കെട്ട് കൊടുക്കാൻ കഴിയും: പാപം, സിൻ, പാപം. അപ്പോൾ ഈ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് പാപം എന്ന വസ്തുതയെക്കുറിച്ചാണ്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് രക്ഷ എന്നുള്ളതാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് രക്ഷ, സാൽവേഷൻ, രക്ഷ. അത് 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് അതിനെ വിശകലനം ചെയ്ത് പറയുന്നതും പഠിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷ എവിടം മുതൽ എവിടം വരെയാണ്? 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വരെ. ഇനി അടുത്ത ഭാഗം നീതീകരണം. അടുത്ത ഭാഗം നീതീകരണം, സാങ്ക്ടിഫിക്കേഷൻ. 6-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് നമ്മൾ വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ പരമാധികാരം, സോവർണിറ്റി, ദൈവത്തിന്റെ പരമാധികാരം അധ്യായം, അതായത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ, 11-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ, അഥവാ ആ 9, 10, 11, 3 അധ്യായങ്ങൾ നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ച്
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി അടുത്ത ഭാഗം നമ്മൾ അതിൻ്റെ ആദ്യം മുതൽ ഒടുവിൽ വരെ നമ്മൾ നോക്കിയാൽ സുവിശേഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സുവിശേഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ, ഒടുവിൽ അതിനോടൊപ്പം തന്നെയാണ് പൗലോസ് പലർക്കും വന്ദനം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ റോമാലേഖനത്തെ വിഭജനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. റോമാലേഖനത്തെ വിഭജനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇനി നമ്മൾ ഈ റോമാലേഖനത്തിന്റെ ഒന്നാമത്തെ വേദപുസ്തകം തുറന്ന് നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. നമ്മൾ ഈ സുവിശേഷം എന്നുള്ള ഭാഗം നമ്മൾ നോക്കിയാൽ സ്തോത്രം, നമ്മൾ കണ്ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സുവിശേഷം ഒരു ലോകത്തിൻ്റെ പ്രൊഡക്റ്റ് അല്ല. ആരുടെയും പ്രസംഗത്തിൽ നിന്ന് ഏതെങ്കിലും ബുദ്ധിരാക്ഷസന്മാർ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു പ്രസംഗ വിഷയമല്ല സുവിശേഷം. പിന്നെ സുവിശേഷം എന്താണ്? സുവിശേഷത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. സുവിശേഷത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ഇനി ഈ സുവിശേഷത്തിന്റെ അകത്തെ തീം എന്താ? ഈ വേദപുസ്തകം മുഴുവനും എടുത്തു നോക്കിയാൽ സുവിശേഷം എന്ന സുവിശേഷത്തിലെ തീം എന്താണെന്നറിയാമോ? സ്തോത്രം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലെ? തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം, തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. ഇനി നോക്കിയാൽ സ്തോത്രം, ഈ സുവിശേഷം എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഏതാണെന്നറിയാമോ? ഇവാങ്കേലിയോൺ എന്നാണ് സ്തോത്രം സുവിശേഷത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം. ഇവാങ്കേലിയോൺ. അപ്പോ ഇനി അതിന്റെ അർത്ഥം, അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് സുവാർത്ത എന്നാണ്. സുവാർത്ത എന്താണ് ഇവാങ്കേലിയോന്റെ അർത്ഥം? സുവാർത്ത, ഗുഡ് ന്യൂസ് കേട്ടോ. ഇവാങ്കേലിയോന്റെ അർത്ഥം, ഇവാങ്കേലിയോൺ എന്ന വേർഡ് ഗ്രീക്ക് വേർഡാണ് കേട്ടോ, ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് സുവാർത്ത, ഇംഗ്ലീഷിൽ ഗുഡ് ന്യൂസ്. ഈ ക്ലാസിക് ഗ്രീക്കിൽ നോക്കിയാൽ നല്ല വാർത്ത നൽകുന്ന പ്രതിഫലത്തിനാണ് നമ്മൾ ക്ലാസിക് ഗ്രീക്കിൽ അതിന്റെ അർത്ഥം നോക്കിയാൽ നല്ല വാർത്തയ്ക്ക് നൽകുന്ന പ്രതിഫലം, നല്ല വാർത്ത മൂലം ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ നൽകുന്ന പ്രതിഫലമാണ്, നല്ല വാർത്ത നൽകുന്ന പ്രതിഫലമാണ് ഈ സ്തോത്രം സുവാർത്ത. ഇല്ലെങ്കിൽ ക്ലാസിക് ഗ്രീക്കിൽ അതിന്റെ അർത്ഥം ആ നിലയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും സുവിശേഷം എന്നുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് സുവിശേഷം എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം. കണ്ടോ, ഈ പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ സുവിശേഷം പോലും സാർവത്രികമായ നിലയിൽ എഴുതി സഭകളിൽ സ്തോത്രം അന്ന് സഭകൾക്ക് നൽകപ്പെട്ടിട്ടില്ല. സ്തോത്രം. പിന്നെ എവിടെ നിന്നാണ് ഈ വിശുദ്ധ രേഖ എന്ന് പറയുന്നത്? പഴയ നിയമത്തെ കുറിച്ചാണ് ഈ വിശുദ്ധ രേഖ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം. അപ്പോ സുവിശേഷം ഇന്നലെ ഉണ്ടായതല്ല, 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായതല്ല, മറിച്ച് ഭൂമിയിൽ മനുഷ്യോൽപത്തി മുതൽ സുവിശേഷത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂമിയിൽ
മനുഷ്യോൽപത്തി മുതൽ സുവിശേഷത്തെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ തന്നെ ഈ സുവിശേഷം സ്തോത്രം മുൻകൂട്ടി പറഞ്ഞതാണ്, അല്ലെ? മുൻകൂട്ടി പറഞ്ഞതാണ്. സുവിശേഷത്തെ കുറിച്ചുള്ള അറിയിപ്പുകൾ, അറിവുകൾ പഴയ നിയമ ഭക്തന്മാർക്ക് ലഭിച്ചിരുന്നു. പഴയ നിയമ ഭക്തന്മാർക്ക് എവിടെ? അങ്ങ് മനുഷ്യോൽപത്തി മുതൽ നമുക്ക് സുവിശേഷത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. സ്തോത്രം. ഈ നമ്മൾ നോക്കിയാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ സുവിശേഷം വെളിപ്പെട്ടത് എവിടെയാണ്? അത് തൻ്റെ പുത്രൻ മുഖാന്തിരമാണ് സുവിശേഷം ലോകത്തിന് വെളിപ്പെടാനിടയായി തീർന്നത്. തൻ്റെ പുത്രൻ മുഖാന്തിരമാണ് ലോകത്തിന് എന്ത് ചെയ്തത്? വെളിപ്പെടാൻ ഇടയായി തീർന്നത്, അല്ലേ? സ്തോത്രം. ഇനി പുതിയ നിയമത്തിനകത്താണ് സുവിശേഷം എന്ന പദം നിരവധിയായി നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും പഴയ നിയമത്തിനകത്ത് നിരവധി ഭാഗത്ത് നമ്മൾ അതിൻ്റെ ആശയത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദൈവഭക്തനായ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? വീണ്ടെടുപ്പുകാരൻ സിയോനിലേക്ക് വരുമെന്നും എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുമെന്നും പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു ആര്? യെശയ്യാവ്. എത്രയാണ്? യേശുക്രിസ്തുവിനും 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ്. യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾക്കകത്താണ് നമുക്ക് ഈ ഭാഗം എന്ത് ചെയ്യുന്നത്? കാണാൻ കഴിയുന്നത്. എന്താണ്? വീണ്ടെടുപ്പുകാരൻ സിയോനിലേക്ക് വരുമെന്നും എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുമെന്നും പ്രവചിച്ചു. സ്തോത്രം. ഇനി അടുത്ത ഭാഗം നമ്മൾ നോക്കിയാൽ സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. യെശയ്യാ പ്രവചനം 52:7 ഈ വാക്യം നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ യെരുശലേമിനോടും സിയോനോടും സുവാർത്ത ദൂതി എന്ന് വിളിക്കുകയാണ്. യെരുശലേമിനെയും സിയോനെയും സുവാർത്ത ദൂതി എന്ന് വിളിക്കുന്നത് യെശയ്യാ പ്രവചനം 40:9 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ സുവിശേഷം, സ്തോത്രം, പഴയ നിയമത്തിന്റെ അകത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി പ്രവാചകന്മാർ മുഖാന്തിരം മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ് ഏത്? സുവിശേഷം പ്രവാചകന്മാർ മുഖാന്തിരം മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ് എന്ത്? സുവിശേഷം. ഇനി ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ അവിടെ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. ആരാ പറഞ്ഞു തുടങ്ങുന്നതെന്ന് അറിയാമോ? ദൈവം തന്നെയാണ് ഈ സുവിശേഷത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞ് ആരംഭിക്കുന്നത്. ദൈവം തന്നെയാണ് ഈ സുവിശേഷത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞാരംഭിക്കുന്നത്. എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് അതിന്റെ വിശകലനം കാണാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ്, അല്ലെ? ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അല്ലെ? ദൈവം അന്ന് സന്ധ്യ ആയപ്പോൾ, ഇല്ലെങ്കിൽ വെയില് ആറിയപ്പോൾ തോട്ടത്തിൽ നടക്കാൻ വരികയും ഈ സ്തോത്രം ആദമും ഹൗവയും അവര് വൃക്ഷത്തിന്റെ ഇടയിൽ പോയി ഒളിച്ചു. സ്തോത്രം. അതിന്റെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആദമിനെ സൃഷ്ടിച്ച ഹൗവയെ സൃഷ്ടിച്ച നാൾ മുതൽ അവര് ജീവിച്ചു വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഏദൻ മാത്രമേ ഉള്ളൂ. ഈ ഏദനിലാണ് അവർ ജീവിച്ചു വരുന്നത്. ഏദനിലെ സ്വർഗ സുഖ സൗകര്യങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ചവരായിരുന്നു ആദാവും ഹൗവയും, കേട്ടോ. സ്തോത്രം. അവർക്ക് മറ്റു ഒരു നിലയെക്കുറിച്ച് അറിയില്ല. ദൈവം അവരെ ആക്കി വെച്ച മനോഹരമായ ആ ഏദൻ പൂങ്കാവനത്തിലാണ്
അവര് സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ പാപത്തിൽ വീണ് ദൈവം അവരെ പുറത്താക്കുന്ന നാള് വരെ അവർ ജീവിച്ച് വരുവാനിടയായി തീർന്നത്. അപ്പോ അങ്ങനെ ജീവിച്ചു വന്ന സ്വർഗതുല്യമായ അവസ്ഥയ്ക്കാണ് അവർ അനുസരണക്കേട് അഥവാ ലംഘനം കാണിക്കുക നിമിത്തം ദൈവം അവരെ എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. സ്തോത്രം. ഇനി അത് ദൈവത്തിന്റെ നീതിയാണ് കേട്ടോ. ദൈവം പാപത്തെ എന്ത് ചെയ്യത്തില്ല? ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരുന്ന ആദാം ഹൗവ ഈ സർപ്പത്തിന്റെ അഥവാ പിശാചിന്റെ സാത്താന്റെ വഞ്ചനയാൽ അവർ കുടുങ്ങിപ്പോയപ്പോൾ അവർക്ക് ലഭിച്ചതായ ആ നല്ല അവസ്ഥയാണ് അവരുടെ മുൻപിൽ എന്നേക്കുമായി അടഞ്ഞു പോകാനിടയായി തീർന്നത്. എന്നേക്കുമായി എന്ത് ചെയ്തത്? അടഞ്ഞു പോകുവാൻ ഇടയായി തീർന്നത്. സകലതും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് ഇല്ലാതെയായി പോയി. ഏദൻ അവർക്ക് നഷ്ടമായി പോയി. ദൈവം അവർക്കൊരുക്കിയിരിക്കുന്ന സ്ഥലം അവർക്ക് നഷ്ടമായി പോയി. അവർ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷേ ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു. എന്ത് ചെയ്തു? കരുണ കാണിച്ചു. സ്തോത്രം. എന്താ? ആമേൻ. ആ നഷ്ടപ്പെട്ടു പോയ ആദമിന്റെയും ഹൗവയുടെയും പ്രതീക്ഷയുമെല്ലാം അസ്തമിച്ച് മുള്ളും പറക്കാരയുമുള്ള മണ്ണിലേക്ക് അവരെ ഇറക്കി വിട്ടപ്പോ അവരുടെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രത്യാശയുടെ വെളിച്ചമിട്ട് കൊടുത്തു. കേട്ടോ, അതാണ് സുവിശേഷം എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇരുട്ട് ബാധിച്ച, മുള്ളും പറക്കാരയും ബാധിച്ച, ജീവിതം തകർന്നു പോയ ഒരുവന്റെ ഹൃദയത്തിന്റെ അകത്ത് ശാശ്വതമായ പ്രത്യാശയുടെ കിരണം ഇട്ടുകൊടുക്കാൻ സുവിശേഷത്തിന് മാത്രമേ, ഈ സന്ദേശത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്തായിരുന്നു അവരുടെ ഹൃദയത്തിൽ ആ പ്രത്യാശയുടെ കിരണം? അത് മറ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. സ്തോത്രം. അവരെ വഞ്ചിച്ച വഞ്ചകനായ സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ഒരുവൻ വരുമെന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനായ കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ് ഏദനിൽ നിന്ന് തള്ളപ്പെട്ട് പുറത്തുപോയ മനുഷ്യന് പ്രത്യാശ നൽകുന്ന സുവിശേഷത്തിന്റെ സന്ദേശം. സ്തോത്രം. ഇനി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങൾ കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ചില ഭാഗം കൂടെ അതിനകത്തുണ്ട്. എന്തെന്നറിയാമോ? ഈ സ്തോത്രം, പാപം ചെയ്ത് ലംഘനം ചെയ്ത് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്തോത്രം. അപ്പോ ഇവര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആദാമും ഹൗവയും ലംഘനം ചെയ്യുക നിമിത്തം അവരുടെ തേജസ് നഷ്ടപ്പെടുകയും അവരുടെ കണ്ണ് തുറക്കുകയും അവർ തങ്ങൾക്ക് തന്നെ തങ്ങൾ നഗ്നരാണെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ തോന്നുകയും ചെയ്തപ്പോ അവര് സ്വയമായി അവരുടെ നഗ്നതയെ മറയ്ക്കാൻ അവർ ശ്രമിച്ചു. സ്തോത്രം. പക്ഷേ വെയില് തട്ടിയപ്പോൾ ഇല വാടിയത് കൊണ്ട് അവരുടെ നഗ്നതയെ അവർക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല. അവരുടെ നഗ്നതയ്ക്ക് ഒരു മറവ് വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത് നിമിത്തമാണ് അവർ വൃക്ഷത്തിന്റെ മറവിൽ പോയി ഒളിപ്പാൻ ഇടയായി തീർന്നത്.
അപ്പോ ആദാം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, തങ്ങളുടെ തെറ്റിനെ മറയ്ക്കാൻ കഴിയില്ല. എങ്ങനെ മറയ്ക്കാൻ കഴിയില്ല? തങ്ങളുടെ സ്വയപ്രവൃത്തി കൊണ്ട്, സ്വന്തം പരിശ്രമം കൊണ്ട്, സ്വന്തമായ കഴിവ് കൊണ്ട്, സ്വന്തമായ ബുദ്ധി കൊണ്ട്, സ്വന്തമായ ചിന്ത കൊണ്ട് അതിനൊരു പരിഹാരം വരുത്താൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഉള്ള തിരിച്ചറിവ്. കേട്ടോ, സ്തോത്രം. അപ്പോ നമ്മളെല്ലാവരും മാനവകുലം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ പാപങ്ങളെ സ്വയപരിശ്രമം കൊണ്ടോ, നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ, സ്വന്തം ജ്ഞാനം കൊണ്ടോ അതിനെ മറയ്ക്കാൻ കഴിയില്ല. അതിനെ മറയ്ക്കാൻ എന്ത് ചെയ്യില്ല? കഴിയില്ല. സ്തോത്രം. അപ്പോ ഈ അവർക്ക് കഴിയാതെ വന്നപ്പോ ദൈവം എന്താ ചെയ്തതെന്ന് അറിയാമോ? അവിടെ ഓലിനെ എടുത്ത് എന്ത് ചെയ്തു? ഉടുപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോ അങ്ങനെ ഉടുപ്പിച്ചത് നിമിത്തമാണ്, നോക്കൂ, ദൈവമാണ് അവർക്ക് അതിന് പരിഹാരം വരുത്തിയത്. ദൈവമാണ് അവർക്ക് അതിന് പരിഹാരം വരുത്തിയത്. ആരാണ് വരുത്തിയത്? ദൈവമാണ് വരുത്തിയത്. സ്തോത്രം. അപ്പോ അവരുടെ പാപത്തിന്റെ ആ ശാപത്തിന്റെ അനുഭവത്തിൽ നിന്നും, അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ അനുഭവത്തിൽ നിന്നും ദൈവമാണ് അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുകയും മാത്രമല്ല, ഒരു വിമോചകനെ കുറിച്ചുള്ള വാഗ്ദാനം ദൈവം അവർക്ക് എന്ത് ചെയ്തത്? സ്തോത്രം, കൊടുക്കുവാനിടയായി തീർന്നത്. അഥവാ തങ്ങൾക്ക് പൂർണ്ണമായി പാപങ്ങളെ മറയ്ക്കാൻ കഴിയില്ലെന്നും മാത്രമല്ല, ദൈവത്തിനു മാത്രമാണ് ശാശ്വതമായും പൂർണ്ണമായും അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. പാപത്തെ ക്ഷമിക്കാൻ, പാപത്തെ മറയ്ക്കാൻ, പാപത്തെ നീക്കാൻ അത് ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. സ്തോത്രം. അപ്പോ അങ്ങനെ തിരിച്ചറിവ് കൊടുത്തപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്? ഒരു വിമോചകനെ കുറിച്ചുള്ള വാഗ്ദാനവും അവർക്ക് കൊടുത്തിരുന്നു. പ്രിയമുള്ളവരെ, ഇനി അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാമോ? അവിടെ സ്തോത്രം, അബ്രഹാമിനോട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. ആരാ പറയുന്നത്? സ്തോത്രം, പൗലോസ് ഇവിടെ എഴുതുക. എന്താ എഴുതുന്നതെന്ന് അറിയാമോ? സ്തോത്രം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ എന്ത് ചെയ്യുന്നു? വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് ദൈവം മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ നോക്കിക്കേ, അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ സുവിശേഷം സ്തോത്രം മനുഷ്യനോട് ആദ്യമായി പറഞ്ഞത് ആരാണ്? ദൈവമാണ് മനുഷ്യനോട് ആദ്യമായി എന്ത് ചെയ്തത്? സുവിശേഷം പറയാനിടയായി തീർന്നത്. സുവിശേഷത്തിന്റെ സോഴ്സ് ആരാണ്? ദൈവമാണ് സുവിശേഷത്തിന്റെ സോഴ്സ്. ഇനി അബ്രഹാമിനോടും നോക്കിക്കേ, ദൈവം മുൻകൂട്ടി അവനോട് സുവിശേഷം അറിയിച്ചു. അതല്ലേ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത്, എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അതൊരു പക്ഷെ ദൂതൻ മുഖാന്തരമാകാം, ഇല്ലെങ്കിൽ ദൈവം താൻ നേരിട്ടുമാകാം, അല്ലേ? സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം അബ്രഹാമിനോട് ആ സുവിശേഷം അറിയിച്ചു. എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അഥവാ ക്രിസ്തുയേശുവിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിലൂടെ ദൈവം നൽകി കൊടുക്കുമ്പോൾ ആ സുവിശേഷം എന്ത് ചെയ്തു? ദൈവം അബ്രഹാമിനോട് അറിയിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അപ്പോ ദൈവം
സുവിശേഷം ആരംഭത്തിൽ മനുഷ്യനോട് സുവിശേഷം പറയാനിടയായി തീർന്നത്, അബ്രഹാമിനോട്. അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇനി ഒത്തിരി ഉദാഹരണങ്ങൾ പഴയ നിയമത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഈ സുവിശേഷം നമ്മൾ പറയുന്നുണ്ടോ? സുവിശേഷ ഭരമേൽപ്പിക്കപ്പെട്ട സുവിശേഷത്തിന്റെ വക്താക്കളായ നമ്മൾ സുവിശേഷം പറയുന്നുണ്ടോ? സ്തോത്രം. ആരെയും വീഡിയോയ്ക്കകത്ത് കാണാൻ കഴിയുന്നില്ല, എങ്കിലും ചോദിക്കട്ടെ, നാം സുവിശേഷം പറയുന്നുണ്ടോ? നാം സുവിശേഷം പറയുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ എത്ര പേരോട് നമ്മൾ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്? സ്തോത്രം. ഈ ദൈവം താൻ സുവിശേഷം എന്ത് ചെയ്തു? പറഞ്ഞു, അല്ലേ? നമ്മൾ ആ വാക്കുമാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിനകത്തും ഉൽപ്പത്തിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ നമ്മൾ ഈ സുവിശേഷം ഭരമേൽപ്പിക്കപ്പെട്ടവരാ. ഈ സുവിശേഷം നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടവരാ. നമ്മുടെയൊക്കെ വിചാരം അത് പാസ്റ്റർമാരുടെ മാത്രം തൊഴിലാണെന്നുള്ളതാണ്. അല്ല കേട്ടോ, സ്തോത്രം. നമ്മളെല്ലാം ഈ സുവിശേഷത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അപ്പോ അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും അതിന് സ്തോത്രം സമർപ്പിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് അറിയാവുന്നവരോട് നമുക്ക് സുവിശേഷം പറഞ്ഞാൽ സ്തോത്രം, നിശ്ചയമായും ദൈവം അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും. ദൈവം അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ ദൈവം തന്നെയാണ് കേട്ടോ. സ്തോത്രം. ഈ നമ്മൾ എത്ര നാളായി സുവിശേഷം പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ സുവിശേഷത്തിനായി ഒന്ന് സമർപ്പിക്കാൻ ഇടയായി തീരട്ടെ. എന്ത്? ഈ വലിയ രക്ഷയെ മനുഷ്യന് ആവശ്യമായ, സകല മാനവകുലത്തിനും ആവശ്യമായ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ, നമ്മൾ വന്ന ഈ സുവിശേഷം മറ്റുള്ളവരോട് നമ്മൾ ഏത് നിലയിൽ എങ്ങനെ പങ്കുവെക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായിത്തീരണം. നമ്മൾ ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ഞാൻ സുവിശേഷം പറയും. ഞാൻ സ്തോത്രം എന്ന് നിങ്ങൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജോലിക്കും പോകാതെ മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകാതെ വഴിയിലേക്ക് ഇറങ്ങി ഇത് പറയുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ ആളെ തന്നെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ടോ നിങ്ങൾ കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് തുടർമാനമായി നിരന്തരമായി പറയുക. ഒരാളെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി, ഒരാളെ ഫോക്കസ് ചെയ്താൽ മതി. നിശ്ചയമായിട്ടും ദൈവം അത് നിങ്ങളിലൂടെ, നമ്മളിലൂടെ ദൈവം അത് ചെയ്തെടുക്കുവാനിടയായിത്തീരും. അങ്ങനെയുള്ള വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ സുവിശേഷം പങ്കുവച്ചാൽ നിശ്ചയമായിട്ടും പലരെയും ഈ സന്ദേശത്തിലേക്ക്, ഈ സുവാർത്തയിലേക്ക്, ഈ ഗുഡ് ന്യൂസിലേക്ക്, ഈ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാനിടയായിത്തീരും. ചില സമയത്ത് നമ്മൾ പറയുന്ന ഒറ്റ വാചകം മതി കേട്ടോ. നിങ്ങൾ ഒരു വർഷം എടുത്ത് ഒരാളോട് സുവിശേഷം പറഞ്ഞാലും ചിലപ്പോൾ ഒരു നിമിഷം പറയുന്ന ആ ഒരൊറ്റ സെന്റൻസ് ആയിരിക്കും അവരെ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ നാവിൽ ദൈവം തരുവാനിടയായിത്തീരും. ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കുവാനിടയായിത്തീരും. ഈ സുവിശേഷം പറയുക എന്നത് ആരുടെയും കുത്തകയല്ല കേട്ടോ. സ്തോത്രം. അത് എല്ലാവർക്കും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യമാണ് ഇത് സുവിശേഷം. അത് പ്രത്യേകമായ ഒരു ഗണത്തിന്റെ ഡ്യൂട്ടി അല്ല. അതെല്ലാവരെയും എന്ത് ചെയ്തിരിക്കുന്നതാണ്? ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ഇത് സുവിശേഷം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകുവാനിടയായി തീരരുത്. സ്തോത്രം. അപ്പോ സുവിശേഷത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു, അല്ലേ? ഒന്നാമത് എവിടാണ് പറഞ്ഞു തുടങ്ങുന്നത്? ഉൽപ്പത്തിയിൽ. സ്തോത്രം. മനുഷ്യന്റെ ആരംഭത്തിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സ്തോത്രം ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ദൈവം താൻ അവരോട് സ്തോത്രം വിമോചകനായ തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ദൈവം താൻ അവരോട് പറയാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ അപ്പൊ നമ്മള് സുവിശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതല്ല കേട്ടോ. സ്തോത്രം. പിന്നെ എവിടാണ്? ഉൽപ്പത്തിയിൽ മുതൽ നമുക്കതിനെ മുൻകൂട്ടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി 1-2 കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ എന്താണ് ശരിക്ക് സുവിശേഷം? അപ്പോൾ സുവിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ? സ്തോത്രം.
പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. എന്താണ്? ഒറ്റ സെന്റൻസിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. ഇനി അല്പം കൂടെ പറഞ്ഞാലോ, ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങളും ക്രിസ്തേശുവിൽ ദൈവം നിവർത്തിച്ചതിൻ്റെയും എല്ലാവർക്കുമുള്ള രക്ഷാമാർഗം തുറന്നതിൻ്റെയും സുവാർത്തയാണ് സുവിശേഷം. എന്താണ്? സ്തോത്രം. ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം ക്രിസ്തേശുവിൽ നിവർത്തിച്ചതിൻ്റെയും മാത്രമല്ല പിന്നെന്താണ്? എല്ലാവർക്കുമുള്ള രക്ഷാമാർഗം തുറന്നതിൻ്റെയും സുവാർത്തയാണ് സുവിശേഷം. എന്താണ് ഗുഡ് ന്യൂസ്? അപ്പൊ നമ്മൾ നോക്കിയല്ലോ, എന്താണ് സുവിശേഷം? പ്രഥമമായി പറഞ്ഞാൽ പാപിയെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. പാപിയെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. ഇനി അത് നമ്മൾ അല്പം കൂടെ ഒന്ന് ഇതാക്കി പറഞ്ഞാലോ, ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങൾ ക്രിസ്തുയേശുവിൽ ദൈവം നിവർത്തിച്ചതിൻ്റെയും എന്തായിരുന്നു ആ വാഗ്ദത്തം? സുവിശേഷം തന്നെയാണ് അല്ലെ? തന്റെ പുത്രനെ കുറിച്ചുള്ള വാഗ്ദത്തമായിരുന്നു അല്ലെ? അത് നമ്മൾ അങ്ങ് ഉൽപ്പത്തി മുതൽ പുത്രനെ കുറിച്ചുള്ള, വിമോചകനെ കുറിച്ചുള്ള, രക്ഷകനെ കുറിച്ചുള്ള, വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ നിവർത്തിച്ചു. മാത്രമാണോ? സകല മാനവകുലത്തിനും രക്ഷാമാർഗം തുറന്ന വാർത്തയാണ് സുവിശേഷം. കേട്ടോ? സ്തോത്രം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി എങ്ങനെ മരിച്ചു? തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് സുവിശേഷം. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾക്കകത്ത് നമ്മൾ ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നതാണ് സുവിശേഷം. ഇനി തിമോത്തിയോസ് പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതാകുന്നു എൻ്റെ സുവിശേഷം. സ്തോത്രം. അപ്പോ സുവിശേഷത്തെക്കുറിച്ച് നമ്മോട് ചോദിച്ചാൽ ഇനി ധൈര്യമായിട്ട് നമുക്ക് പറയാം, പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, പാപികളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. സ്തോത്രം. അപ്പോ നിങ്ങൾ നോക്കിയാൽ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയും തള്ളിക്കളഞ്ഞാൽ അത് നിത്യനാശവുമാണ്. കേട്ടോ? സ്തോത്രം. എന്താണ്? സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് രക്ഷയും തള്ളിക്കളയുന്നവർക്ക് നിത്യനാശവുമാണ് എന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി ഈ സുവിശേഷം എന്തുകൊണ്ടാണ് ഇത്രയധികം പരക്കെ ലോകത്തിൽ ആക്രമിക്കപ്പെടുന്നത്? സുവിശേഷത്തെയും സുവിശേഷകന്മാരെയും എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയേറെ ആക്രമിക്കപ്പെടാൻ ഇല്ലെങ്കിൽ എതിർക്കപ്പെടാനുള്ള കാരണം എന്താണ്? സ്തോത്രം. നമ്മുടെ റോമാലേഖനത്തിലേക്ക് തന്നെ വരാം. സുവിശേഷത്തെയും സുവിശേഷകന്മാരെയും ഇത്രയേറെ എതിർക്കപ്പെടുവാനുള്ള ഇല്ലെങ്കിൽ എതിർക്കുവാനുള്ള കാരണം എന്താണ്? സ്തോത്രം. അതിനുള്ള കാരണമുണ്ട്. കേട്ടോ? സ്തോത്രം. സന്ദേശത്തിന്റെ ശക്തിയാണ്. ആ സന്ദേശത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. എന്താണ്? സുവിശേഷം പറയുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ആ ആദിമ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ശിഷ്യഗണങ്ങളെ നമ്മൾ നോക്കിയാൽ ഇവര് സുവിശേഷം പറയാൻ അസാധാരണ ധൈര്യമുള്ളവരായി. ഈ ധൈര്യമുള്ളവരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവരുടെ ഏറ്റവും വലിയ ഭയവും നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശീകരണാനന്തരം ഇല്ലെങ്കിൽ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോകുന്ന വേള മുതൽ ക്രൂശീകരണാനന്തരമുള്ള ആ സിറ്റുവേഷനത്തെ, ആ ഒരു മണിക്കൂറുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ
ആ ഒരു 1-2 ദിവസങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും ഭയപരവശരായി പോയ ശിഷ്യഗണങ്ങൾ, ഏറ്റവും ഭയപരവശരായി വീട്ടിൽ അടച്ചിട്ട മുറിക്കകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒളിച്ച് പാർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ശിഷ്യഗണങ്ങൾ, ആ ശിഷ്യഗണങ്ങൾ പിന്നീടാണ് ഏത് വലിയ സാമ്രാജ്യത്വ ശക്തികളുടെയും മുൻപിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്താൻ, ഈ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്ന ശക്തന്മാരായി അവർ പുറത്തു വരാനിടയായി തീർന്നത് കേട്ടോ. അപ്പോ അടച്ചിട്ട മുറിക്കകത്ത് പേടിച്ചിരിക്കുന്നവനെ സാമ്രാജ്യത്വ ശക്തികളുടെ മുൻപിൽ നിർത്തുന്ന ഒരു ദൈവ കൃപ കൂടെയാണ് സുവിശേഷം ഒരുവന്റെ മേൽ വരുമ്പോൾ അവനെ പ്രാപ്തനാക്കി തീർക്കുന്നത്, ഒരുവനെ പ്രാപ്തനാക്കി തീർക്കുന്നത്. സ്തോത്രം. അപ്പോ ഇവരെ സുവിശേഷം പറയാൻ ഇനി നമ്മൾ നോക്കിയാൽ ഈ സമയത്ത് ഇവരെ പ്രത്യാശ നഷ്ടപ്പെട്ട്, കാരണം എന്തുവാ, കർത്താവിനെ അവര് അടിച്ചു, ക്രൂശിച്ചു, കൊന്നു, കല്ലറയിൽ കൊണ്ടുപോയി അടക്കി, റോമൻ മുദ്രയിട്ട് യേശുവിനെ അവർ പൂട്ടി. സ്തോത്രം. എല്ലാവരുടെയും പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നഷ്ടപ്പെട്ടു. അവർ ധൈര്യഹീനരായി, ഭയമുള്ളവരായി, സകല പ്രതീക്ഷകളും ആശകളും അറ്റുപോയവരായി അടച്ചിട്ട മുറിക്കുള്ളിൽ അവര് കയറി. സ്തോത്രം. നോക്കണേ, 3.5 കൊല്ലം യേശു കർത്താവിന്റെ കൂടെ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് സഞ്ചരിച്ചവർ, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചവർ, ദൗത്യത്തിൽ നിന്ന് മറ്റൊരു ദൗത്യത്തിലേക്ക് പോയവരാണ് ഈ ശിഷ്യഗണങ്ങൾ. സ്തോത്രം. അങ്ങനെയുള്ള ശിഷ്യഗണങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ട മുറിക്കകത്തിരിക്കുന്നത്. പക്ഷേ യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം, പെന്തിക്കോസ് നാൾ വന്നതിന് ശേഷം ഇവരെ നമ്മൾ പിന്നീട് നോക്കിയാൽ പത്രോസിന്റെ ഒക്കെ ധൈര്യം, അപ്പോസ്തലന്മാരുടെ ഒക്കെ ധൈര്യം പറഞ്ഞു വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ധൈര്യം സംഭരിച്ചവരായി ഈ ശിഷ്യഗണങ്ങളും അപ്പോസ്തലന്മാരും മാറാനിടയായി തീർന്നു. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് അയച്ചുവെന്നും അവനെ നിങ്ങൾ ക്രൂശിച്ചുവെന്നും അവൻ മരിച്ചുവെന്നും അവൻ അടക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് സുവിശേഷം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു കേട്ടോ. സ്തോത്രം. എന്താണ് സുവിശേഷം പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമാണ് പറയുന്നത്. സ്തോത്രം. അതായത് യേശു കർത്താവ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ആർക്കും ഒരു കുഴപ്പം വരില്ലായിരുന്നു. അവനെ റോമാക്കാർ ക്രൂശിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, യഹൂദന്മാർ ക്രൂശിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അടിപ്പിച്ചു, ക്രൂശിച്ചു, അവനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു സുവിശേഷമായിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഈ സുവിശേഷം നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടായതല്ല. ഈ കല്ലറയ്ക്ക് ശേഷം യേശു കർത്താവിന്റെ ഉയർപ്പിനെ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാവരുടെയും മുഖം മാറാൻ തുടങ്ങി. അവിടെയാണ് അധികാര സ്ഥാനങ്ങൾ എതിരായി മാറിയത്. അവിടെയാണ് യഹൂദന്മാരെതിരായി മാറിയത്. അവിടെയാണ് സുവിശേഷത്തിന് എതിർപ്പുയരുവാൻ ഇടയായി തീർന്നത്. അവിടെയാണ് അവർ സുവിശേഷത്തോട് എതിർക്കാനിടയായി തീർന്നത് എന്നത് വാസ്തവമായ കാര്യമാണ് കേട്ടോ. അപ്പൊ സുവിശേഷം എന്നത്, ആമേൻ, യേശു കർത്താവ് ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നതുകൊണ്ട് അവസാനിക്കുന്ന ഒരു വാർത്തയല്ല. ഈ സുവിശേഷത്തെ മനോഹരമാക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ യേശു കർത്താവ് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിച്ച് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് യഹൂദന്മാരാലും അന്നത്തെ അധികാരികളായ റോമാക്കാരാലും യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയും
ക്രൂശിക്കപ്പെട്ടതിന് ശേഷം യേശു കർത്താവ് മൂന്നാം നാൾ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്തയിലാണ് സുവിശേഷം മനോഹരമായി മാറുന്നത്. സുവിശേഷം മനോഹരമായി മാറുന്നത് കേട്ടോ. സ്തോത്രം. ഈ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവനും എടുത്തു പഠിച്ചാൽ സുവിശേഷത്തിന് എതിർപ്പുണ്ടായത് എവിടാണെന്നറിയാമോ? മൂന്നാം നാൾ അവൻ കല്ലറകളെ ഭേദിച്ച്, റോമൻ മുദ്രകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴാണ് കേട്ട് നിന്നവരെല്ലാം വിളറി പൂണ്ട് എല്ലാവരും കോപാകുലരായി, കോപം നിറഞ്ഞവരായി സുവിശേഷത്തെ എതിർക്കുവാൻ തുടങ്ങുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന സന്ദേശം ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചല്ല. നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ ആമേൻ സ്തോത്രം സ്വീകരിച്ച ഈ സന്തോഷ വാർത്ത, അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷം, ഈ സന്ദേശം സ്തോത്രം ഒരു കേവലമായ ഒരു മനുഷ്യനെ കുറിച്ചല്ല, 33.5 കൊല്ലം വരെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരുവനെ കുറിച്ചല്ല, മറിച്ച് അവൻ ജീവിക്കുക മാത്രമല്ലേ, അവൻ ജീവിച്ച് യഹൂദന്മാരാൽ റോമാക്കാരാൽ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഈ സുവിശേഷത്തിന്റെ മനോഹാരിത വെളിപ്പെടുന്നത്. അവിടെയാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. അവിടെയാണ് സ്തോത്രം സകലരും എതിർക്കുന്നത്. മരിച്ചവനെ പ്രസംഗിച്ചോ, ലോകം എതിർക്കില്ല. പക്ഷെ ഉയർത്തവനെ പ്രസംഗിച്ചാൽ ലോകം എതിർക്കും. സ്തോത്രം. മനസ്സിലായോ? ഇവിടെ എത്രയെത്ര മഹാന്മാരെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ലോകത്തിൽ സ്തോത്രം സ്വാധീനിച്ചിട്ടുള്ള എത്രയെത്ര ആളുകളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? പക്ഷേ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവർക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, അതിന്റെ പിൻപിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അതിന്റെ പിൻപിലുള്ള ഒരേ ഒരു കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ഈ ലോകത്തിനും ഈ പൈശാചിക മേഖലകളെയും ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, ഭയമുളവാക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് മരണത്തിന്റെ സന്ദേശമല്ല. ഇത് കേവലം സ്തോത്രം ഒരു ലോക മനുഷ്യനെ കുറിച്ചുള്ള സന്ദേശമല്ല. പാപത്തിൻ കീഴടക്കപ്പെട്ടുപോയ സകല മാനവനെയും ജീവിപ്പിക്കാൻ കഴിയുന്ന ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്തോത്രം.